എൻ്റെ സിനിമയെ പറ്റി എന്നോട് തന്നെ ചോദിക്കുന്നത് ഞാൻ എത്ര എണ്ണം പിടിക്കും ഇപ്പം? ഒരു സെക്കൻഡ്, ഇത് പിടിക്കണല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ കമ്മിങ്. എല്ലാവരും വന്ന് സപ്പോർട്ട് ചെയ്തതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരു ഫുൾ തിയേറ്റർ ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മളുടെ സിനിമയെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിലാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഐ വിഷ് ഉർവശി ചേച്ചി വാസ് ഹിയർ, ബിക്കോസ് ഞാൻ ചേച്ചിയുടെ അഭിനയിക്കുമ്പോഴും ഐ വാസ് വെരി, എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ഉർവശി ചേച്ചിയുടെ കൂടെ അങ്ങനെ അഭിനയിക്കാൻ പറ്റുന്നുണ്ട്. ഓരോ സീനും ഓരോ ഫ്രെയിമും സിനിമ ഇപ്പോൾ കണ്ടപ്പോഴും എൻ്റെ നെഞ്ചിൻ്റെ ഉള്ളിലെ വേദന പോയിട്ടില്ല. ചേച്ചി യെസ്. ആൻഡ് ദെൻ ഓഫ് കോഴ്സ് ഐ എം ഹാപ്പി ക്രിസ്റ്റോൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് പറ്റി. ക്രിസ്റ്റോ ഒരുപാട് കാലം എന്നെ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചു ആൻഡ് നല്ല ബുദ്ധി അവസാനം വന്ന് ഞാൻ ഈ സിനിമ ചെയ്തു എന്നുള്ളതാണ് സത്യം. സോ വലിയ സന്തോഷം. ഐ ഹോപ്പ് ദി ഓഡിയൻസ് ഓൾസോ ലൈക്സ് ഇറ്റ്. താങ്ക് യു. ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ കംബാക്ക് ചെയ്യാൻ. താങ്ക് യു. ഓക്കെ, താങ്ക്സ്. നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ പോലും ഇത്രയൊരു ഇൻറ്റൻസ് പടമായിട്ട് ഇത് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല പേഴ്സണലി. പക്ഷേ റോഷിയമ്മയും പാർവതിയൊക്കെ കൂടി ഭയങ്കര അൺബിലീവബിൾ പെർഫോമൻസ് ആണ്. ഓ ഉറപ്പായിട്ടും. സാധാരണ അങ്ങനെ കരയാത്ത ഒരാളാണ്. പക്ഷേ അത് റോഷിയമ്മ ലാസ്റ്റ് ക്ലൈമാക്സിന് കുറച്ച് മുമ്പായിട്ട് പറയുന്ന ഒരു ഡയലോഗുണ്ട്. ആ ഡയലോഗിൽ എനിക്ക് തോന്നുന്നു ഒരുമാതിരിപ്പെട്ട എല്ലാവരും കരയും. അത്രയ്ക്ക് ക്യാരക്ടർ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നിട്ട് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയുക? ഇതൊരു ഫാമിലി മൂവിയാണ്. പറയുന്ന പോലെ വ്യക്തിബന്ധങ്ങളും അതിൻ്റെ കോംപ്ലിക്കേഷനും പിന്നെ അതിന് മുകളിലേക്കുള്ള ഒരു റെസൊല്യൂഷനൊക്കെ ആയിട്ടുള്ളൊരു പടമാണ്. എന്തെങ്കിലും ഒരു സാധനത്തിന് മുന്നിൽ സ്റ്റക്കായി ഇമോഷണലി തീർന്നു എന്നൊക്കെ വിചാരിക്കുന്നത് പുതിയൊരു പ്രതീക്ഷയാണ്. താങ്ക് യു. കണ്ടിട്ടില്ല, കാണാതെ അഭിപ്രായം ചോദിക്കുന്നത്. നിങ്ങൾ പോയി കണ്ടിട്ട് സിനിമ പൊട്ടി നിൽക്കുകയായി. ഭയങ്കര രസമാണ്, ഭയങ്കര രസമായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. ആക്ടിങ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായി. ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറ്റിയ ഫാമിലിയായിട്ട് തീർച്ചയായും ഫാമിലിയായിട്ട് ഒരു അമ്മാമ്മോട് റിലേഷൻ ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് സിനിമ കാണാനുള്ള പ്രേക്ഷകരോട് എന്താ വന്ന് കാണണം. ഭയങ്കര ഇമോഷണൽ പടമാണ്. പിന്നിരിക്കും, അതാണ് നല്ല രസമുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും ബുദ്ധിമുട്ടാണ്. കാരണം കുറച്ച് നേരം ഒന്നും പറയാൻ പറ്റാത്ത അത്രയും ഇമോഷണലായിപ്പോയി. ഇപ്പോഴൊന്ന് ശരിക്കും സ്ലോലി പുറത്ത് വരുന്നേ ഉള്ളൂ. കാരണം കുറച്ച് സമയം നമ്മളൊരു സിനിമ കാണുകയാണെന്നുള്ളൊരു ഫീലല്ല ഉണ്ടായിരുന്നത്. ഉർവശിയുടെ ലീലാമ്മയായാലും പാർവതിയുടെ മഞ്ജു ആയാലും ശരിക്കും അവർ ജീവിക്കുകയാണ്. ശരിക്കും ഒരു ലൈഫ് നമ്മൾക്കൊക്കെ പരിചയമുള്ള ഒരു ജീവിതം നമ്മൾ കാണുന്ന പോലെയാണ്. എല്ലാവരും ഹെൽപ്ലെസ് ആണ്. ഇപ്പം അലൻ ചേട്ടൻ്റെ ക്യാരക്ടറാണെങ്കിലും അതിൽ ഓരോ ക്യാരക്ടേഴ്സും, അർജുൻ്റെ ക്യാരക്ടറാണെങ്കിലും പ്രശാന്ത് ദേവിയുടെ ക്യാരക്ടറാണെങ്കിലും അതിൽ ഓരോ മനുഷ്യരും ഹെൽപ്ലെസ് ആണ്. എന്നാൽ ഓരോ മനുഷ്യരും പാവമാണ്. അങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്.